പച്ചക്കറികളുടെയും പുഷ്പവിളകളുടെയും ഹൈടെക് കൃഷി സാങ്കേതിക വിദ്യ പ്രചരിപ്പിക്കുന്നതിന് ഇൻഡോ ഡച്ച് കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഒരു മികവിൻ്റെ കേന്ദ്രം സെൻറ്റർ ഓഫ് എക്സലൻസ് കേരളത്തിൽ സ്ഥാപിതമാവുകയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വയനാട് ജില്ലയിലുള്ള അമ്പലവയലിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ക്യാമ്പസിലാണ് സെൻറ്റർ പ്രവർത്തനം തുടങ്ങുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെയും സഹായത്തോടെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഹോർട്ടിക്കൾച്ചർ മിഷന് കീഴിലാണ് സെൻറ്റർ സ്ഥാപിതമാകുന്നത്. ആകെ 13 കോടി രൂപ ചെലവുള്ള ഈ പദ്ധതിയിൽ 7 കോടി 4 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ MIDH പദ്ധതി പ്രകാരവും 4 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതി പ്രകാരവുമാണ്. 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവും വകയിരുത്തിയിരിക്കുന്നത്. As we have a few esteemed guests with us who are unable to follow Malayalam, let me say a few words in English for their benefit. The Kingdom of Netherlands is known all over the world for its renowned practices in high-tech agriculture, including floriculture. Netherlands is a world leader today in greenhouse technology as well as per unit area productivity in vegetables and flowers. A delegation of the Government of Kerala, including myself, had visited the Netherlands in May last year. We had the privilege to see the progress made by the Dutch in the horticulture sector. During our visit, discussions were held on climate change, flood control, greenhouse cultivation, and so on. We brought forward the discussion on establishing the Center of Excellence in Vegetables and Flowers in Kerala under the Indo-Dutch Joint Action Plan as a repository of state-of-the-art technology in high-tech horticulture. The Dutch government was keen to provide technical support to establish the Center of Excellence in Vegetables and Flowers in our state. Later, during the visit of the royal couple in October last year, the project gained further clarity and the letter of intent was signed. The Government of Kerala is thankful to the Government of the Netherlands and the Dutch technical experts in supporting and guiding us on the establishment of this Center of Excellence. We are extremely happy that Mr. Jan Kees Goot, Secretary General of the Ministry of Agriculture, is participating in this inaugural ceremony, representing the Government of the Netherlands. On behalf of the State of Kerala, let me extend a warm welcome to him and thank him for delivering the keynote address. We are also thankful to the Government of India for approving the detailed project report for establishing this Center of Excellence. It is a matter of great joy that the Honorable Minister, Sri Narendra Singh Tomar ji, who was instrumental in sanctioning financial support under the Mission for Integrated Development of Horticulture, is presiding over this function. പച്ചക്കറി കൃഷിയിലും പുഷ്പകൃഷിയിലും മികച്ച സാങ്കേതിക വിദ്യകൾ അവലംബിച്ചു വരുന്ന നെതർലാൻഡുമായുള്ള സഹകരണത്തിലൂടെ അത്തരം സാങ്കേതിക വിദ്യകൾ നമ്മുടെ നാട്ടിലെത്തിച്ച് കർഷകർക്ക് പകർന്നു നൽകാൻ ഈ മികവിൻ്റെ സേവനത്തിലൂടെ സാധിക്കുമെന്നത് കേരളത്തിൻ്റെ കാർഷിക മേഖലക്കാകെ ഉണർവ് പകരും. പ്രത്യേകിച്ചും സുഭിക്ഷ കേരള പോലെ കാർഷിക സ്വയം പര്യാപ്തത നേടാൻ ഉദ്ദേശിച്ച് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഈ ഘട്ടത്തിൽ ഈ കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടാവും.
വയനാടിൻ്റെ കാലാവസ്ഥയും മറ്റ് സാങ്കേതിക വശങ്ങളും പരിഗണിച്ച് ക്യാപ്സിക്ക, തക്കാളി, വെള്ളരി എന്നീ പച്ചക്കറികളുടെയും ക്രൈസാന്തമം, ജർബറ എന്നീ പുഷ്പവിളകളുടെയും കൃഷി ഇവിടെ ഉണ്ടാകും. പോളിഹൗസ് കൃഷിയുടെയും മറ്റ് പച്ചക്കറി വിളകളുടെയും ഇതര പുഷ്പവിളകളുടെയും തുറസായ സ്ഥലത്തെ കൃത്യതാ കൃഷിയും കർഷകർക്കും സാങ്കേതിക ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലന പരിപാടികളും ഏറ്റെടുത്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ സെൻറ്ററിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പോളിഹൗസിനോടൊക്കെ കേരളത്തിൽ എത്രമാത്രം അഭിനിവേശം വരുന്നു എന്നത് അടുത്ത കാലത്ത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കിയ ഒരു പരിപാടി കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ കേരളത്തിൻ്റെ കാലാവസ്ഥ വെച്ച് റെയിൻ ഷെൽട്ടർ മതിയാകുമല്ലോ എന്ന് കണക്കാക്കി റെയിൻ ഷെൽട്ടറുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. 1000 ആദ്യം തീരുമാനിച്ചതെങ്കിലും ഞങ്ങൾ നടപ്പാക്കി വന്നപ്പോൾ 1000-ലധികം കഴിഞ്ഞ വർഷം തന്നെയുണ്ട്. അടുത്ത വർഷം അതിനേക്കാളും കൂടുതൽ നടപ്പാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളം ഇത്തരത്തിലുള്ള ഏതും സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പച്ചക്കറി, പുഷ്പവിളകളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തിനായി മാതൃകാ പോളിഹൗസുകൾ, പച്ചക്കറി പുഷ്പവിളകളുടെ നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് നഴ്സറി, തുറസായ സ്ഥലത്തുള്ള കൃത്യതാ കൃഷി, ഓപ്പൺ പൊസിഷൻ ഫാമിംഗ്, തോട്ടങ്ങൾ, പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി സെൻറ്റർ, പച്ചക്കറി സസ്യഫല വിപണനത്തിനായുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റർ, കർഷകർക്കും സാങ്കേതിക പ്രവർത്തകർക്കുമുള്ള പരിശീലന കേന്ദ്രം, എഗ്രി ഹോർട്ടി ടൂറിസം ഹബ്ബ്, ടിഷ്യൂ കൾച്ചർ ചെടികളുടെ ഉൽപ്പാദന കേന്ദ്രം എന്നിവയൊക്കെയായിരിക്കും ഈ സെൻറ്ററിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ത്രൂ ദിസ് സെൻറ്റർ, the repository of the best-in-class Netherlands technology in the area of high-tech polyhouse cultivation and precision farming will be suitably modified to the agroclimatic requirements of our state. Bringing the Dutch technology to Wayanad will provide an opportunity to the rural farmers, especially the women and youth, to get exposed to the latest technology in vegetable and flower production. It will help them to enhance the income from their traditional livelihood. This Center of Excellence will also be the demonstration center for high-tech commercial vegetable cultivation and flower production for the entire state. Therefore, with immense pressure, I declare the Center of Excellence for Vegetables and Flowers inaugurated. Thank you.